നമ്മുടെ കുട്ടിക്കാലം ഒരുപാട് കളറാക്കിക്കൊണ്ടിരുന്ന മലയാള സിനിമയിലെ അതുല്യ പ്രതിഭകളായിട്ടുള്ള മിക്കവാറുള്ള എല്ലാ നടന്മാരും നമ്മളെ വിട്ടു പോയി. ഇപ്പം ഇന്നിതാ ശ്രീനിവാസൻ ചേട്ടനും പോയി. പുള്ളി എന്തൊരു മനുഷ്യനായിരുന്നു, സത്യം പറഞ്ഞ ഒരു കലാകാരൻ എന്ന നിലയിൽ പുള്ളി ശ്രീനിവാസൻ്റെ മാത്രം ഒരു പ്രത്യേകത എനിക്ക് തോന്നുന്നതാണ് കേട്ടോ, നിങ്ങൾക്ക് തോന്നുന്നു അറിയത്തില്ല. അപ്പം പുള്ളി ചെയ്ത ഓരോ കഥാപാത്രങ്ങളും, ഓരോ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏതെങ്കിലുമൊക്കെ കോണിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരായിട്ട് നമുക്ക് തോന്നും. വടക്ക് നോക്കി യന്ത്രമായാലും മറ്റേ ചിന്താവിഷ്ടയ ശ്യാമൾ, അതിലെയൊക്കെ ക്യാരക്ടർ ഇപ്പോഴും നമ്മൾ ഒരാളെ കാണുമ്പോൾ ഇയാൾ അതേപോലെയാണ് ചെയ്തു വെച്ചേക്കുന്നതെന്ന് തോന്നും. പുള്ളി ചെയ്ത എല്ലാ ക്യാരക്ടറിനും ഇപ്പോഴും ജീവനുണ്ട്, ഇപ്പോഴും സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് എല്ലാവരും. അത്രത്തോളം ആളുകളെ വീക്ഷിച്ച്, അതുമാത്രമല്ല കഥ എഴുതും, കഥ, തിരക്കഥ, സംവിധാനം, സംഭാഷണം ശ്രീനിവാസൻ. ദാസനും വിജയൻ, ഇന്ന് തന്നെ ലാലേട്ടനാണെങ്കിൽ ആ ശ്രീനേട്ടൻ്റെ അടുത്താണെങ്കിൽ അവിടെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഈ ഒരുപാട് മീഡിയക്കാരൊക്കെ ഉണ്ടല്ലോ, അപ്പം പലരും ഈ സെൻറ്റി BGM പാട്ടുകളൊക്കെ ഇട്ടിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ എത്രയായാലും കാണുമ്പോഴത്തേക്കും സിനിമയും ഈ പഴയ ആളുകളെ സിനിമാക്കാരെയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കണ്ണ് നിറഞ്ഞു പോകും. അരെ എനിക്ക് ശ്രീനിവാസൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമൊന്നുമല്ല, പക്ഷെ പുള്ളി മരിച്ചപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞ് എന്തോ ഒരു ഫീല് തോന്നുന്നുണ്ട്. അരെ ഈ റീൽസൊക്കെ കാണുന്നോണ്ടായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ പുള്ളി വന്ന വഴികളും അതും ആയിരിക്കും. ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും സൂപ്പർ താരങ്ങളുടെ കൂടെ കട്ടയ്ക്ക് പിടിച്ചിരിക്കണമെങ്കിൽ എന്തൊരു മുതലായിരിക്കും അല്ലേ. ആയിരത്തും എന്തും വെട്ടിത്തറയെന്ന് പറയാനുള്ള മനസ്സുമുണ്ട്. പക്ഷെ പുള്ളി ഒരിക്കലും നമ്മളുടെ ഒന്നും മനസ്സിൽ മരിക്കത്തില്ല. പുള്ളി ചെയ്തു വെച്ചേക്കുന്ന കഥാപാത്രങ്ങളിലൂടെ എന്നും പുള്ളി ജീവിക്കും. ഒരു ഇതിഹാസം, ഒരു അതുല്യ പ്രതിഭ തന്നെയായിരുന്നു ശ്രീനിവാസൻ. അതേപോലത്തെ ഒരാളൊന്നും ഇനിയിപ്പോൾ മലയാള സിനിമയിൽ ഉണ്ടാകത്തില്ല. ലാലേട്ടൻ തന്നെ ഇത്രയും സൂപ്പർ സ്റ്റാർ ആയതിൽ തന്നെ കൂടുതലും ഈ ശ്രീനേട്ടൻ അതേപോലൊരു പങ്ക് ഉള്ളൊരാളാണ്. അപ്പം എനിക്ക് ഇങ്ങനത്തെ വീഡിയോ ചെയ്ത് കാണുമെന്ന് തോന്നി കേട്ടോ. ഇതിലും വന്ന് നെഗറ്റീവ് ഒന്നും പറയല്ലേ ആരും. കാര്യം രാവിലെ തോന്നിയത് ആ വീഡിയോ ചെയ്ത് കണ്ടോ, എന്നിട്ട് വിചാരിച്ച് ഇനിയിപ്പോൾ അങ്ങനത്തെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും ലൈക്കിന് വേണ്ടി, റീച്ചിന് വേണ്ടി അങ്ങനെ ചെയ്തോ എന്നൊക്കെ വിചാരിക്കത്തില്ല. അപ്പോൾ നമ്മളിപ്പോൾ 2-3 പേരൊക്കെ ആയിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷേ എനിക്കെന്തോ ഞാനിങ്ങനെ സോഷ്യൽ മീഡിയ ഇപ്പോൾ സജീവമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കൊരു മനസ്സിലൊരു കാര്യം തോന്നുമ്പോൾ എനിക്ക് നിങ്ങളുടെ കൂടെ വന്നിരുന്ന് പറയണമെന്ന് തോന്നും. പറഞ്ഞത് എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പുള്ളീനെ. പുള്ളി ഒരിക്കലും നമ്മുടെ മനസ്സിൽ മരിക്കില്ല. എന്നും ശ്രീനിവാസൻ എന്നുള്ള ഒരാൾ നമ്മളെ മണിച്ചേട്ടനെ ഇന്ന് ഓർക്കുന്ന കണക്ക് തന്നെ എന്നും ശ്രീനേട്ടനെ എല്ലാവരും ഓർക്കും.